ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥി മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ശ്രീ കാനേഷ് പൂനൂർ, ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന നമ്മുടെ വലിയോറ VP, ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ജനപ്രതിനിധികളെ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളെ, നാട്ടുകാരെ, ജിദ്ദ ആസ്ഥാനമായി 2006 രൂപീകൃതമായ വലിയോറ സ്വദേശികളുടെ കൂട്ടായ്മയായ വലിയോറ സൗഹൃദവേദി കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എങ്കിലും ചെറിയതായ തോതിലാണെങ്കിലും ഏകദേശം 6 ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെയും അവിടെ ഗൾഫിലും പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം ഇവിടുന്ന് പ്രവാസികളായി അവിടെ സൗദി അറേബ്യയിലെത്തുന്ന വലിയോറക്കാരുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും സൗഹൃദം പുതുക്കുന്നതിനും പങ്കുവെക്കുന്നതിനും അതോടൊപ്പം നാടിന് അത്യാവശ്യമായ കാര്യങ്ങളിൽ നാടിൻ്റെ കാര്യങ്ങളിലും പുരോഗതിക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. 10, 15, 20 വർഷമായിട്ട് ഇവിടുന്ന് പ്രവാസികളായി പല ഗൾഫ് നാടുകളിലും ജീവിക്കുന്ന നമ്മൾ പരസ്പരം കാണാതെയും അറിയാതെയും കഴിയുകയായിരുന്നു. ഈ കൂട്ടായ്മ കൊണ്ട് സത്യത്തിൽ അതിന് ഞങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു പരിചയപ്പെടാനും അതുപോലെ ഇപ്പോൾ നാട്ടിൽ എന്തെങ്കിലും മരണമോ മറ്റോ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് അറിയാനും അറിയിക്കാനും ഉള്ള ഒരു വേദി ഈ വേദി കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ വേദിയുടെ വലിയൊരു വിജയമായി ഞങ്ങൾ കാണുന്നത്. ഇതുപോലൊരു വേദി ഇവിടെ നാട്ടിലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ തുടങ്ങി അന്ന് ചെയ്ത കാര്യങ്ങൾ ഞാൻ കാര്യമായിട്ട് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഞങ്ങൾ തുടങ്ങിയ 2006 ഞങ്ങൾ തുടങ്ങിയത് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക്. 2007 ഞങ്ങൾ ഈ വലിയോറ ഈസ്റ്റ് UP സ്കൂളിലെയും അതുപോലെ കുറുക GUP സ്കൂളിലെയും പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി യൂണിഫോം വാങ്ങുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതോടൊപ്പം പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് മരണപ്പെട്ട VV കുഞ്ഞാമുട്ടിയുടെ കുടുംബത്തിന് ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്തു. അതുപോലെ പാറമ്മലുള്ള അമ്പാളി ആലിക്കുട്ടിയാക്കാരുടെ വീട് നിർമ്മാണത്തിന്, അതുപോലെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സാധിക്ക് എന്നൊരു കുട്ടിക്ക് ഇവിടെ കിഡ്നി സംബന്ധമായ അസുഖം ഉണ്ടായിട്ട് അതിനെല്ലാം ഞങ്ങൾക്ക് ഏകദേശം നല്ലൊരു സംഖ്യ ഈ കൂട്ടായ്മ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്നാണ്. അതല്ലാതെ കുറേ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. പക്ഷെ ഞങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഈ 5ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഈ വലിയോറയുടെ ചരിത്ര സാമൂഹിക സാംസ്കാരിക വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സുവനീർ പുറത്തിറക്കുക എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. സത്യത്തിൽ ഇത് വലിയൊരു റിസ്ക് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും അവിടെയും ഇതിലെ എഴുത്തുകാരും ഇതിലെ ഡാറ്റയും എല്ലാം ഇവിടെയും. അതുകൊണ്ടാണ് ഇത് സത്യത്തിൽ ഇത്രയും ഏകദേശം ഈ 2 വർഷത്തോളം വൈകാൻ കാരണം ആയതും. കാരണം ഞങ്ങൾ ആരെങ്കിലും ലീവിൽ വരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഇതിനൊരു ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളൂ. ഏതായാലും ഈ വൈകിയ വേളയെങ്കിലും ഞങ്ങൾക്ക് ഇതിന് കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇതിൽ തെറ്റുകളുണ്ടാകാം, കുറ്റങ്ങളുണ്ടാകാം. പൂർണ്ണമായും എല്ലാ ചരിത്രങ്ങളും എല്ലാ ഡാറ്റകളും ശരിയാണ് എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എങ്കിലും ഒരു പരിധിവരെ ഞങ്ങൾക്ക് ഒരു വലിയോറയുടെ ഒരു ചരിത്രം, ഏതൊരാൾക്കും പഴയ ചരിത്രം ഈ പുസ്തകത്തിലൂടെ പരിചയപ്പെടാനും അറിയാനും സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ഇതിനോട് ഞങ്ങളോട് സഹകരിച്ച കുറേ പേരുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എങ്കിലും ചിലരൊക്കെ വളരെ ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ചെള്ളിവാവ, അസീസ്, മജീദ് മാസ്റ്റർ, അതുപോലെ കമറുദ്ദീൻ, അലവിക്കുട്ടി, അലി അക്ബർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുപോലെ പരസ്യങ്ങൾ നൽകി ഞങ്ങളോട് സഹകരിച്ച VK സ്റ്റീൽസ്, വേങ്ങര ഹാർഡ്വെയർസ്, മലക്കിയ ജ്വല്ലറി, ബ്യൂട്ടി മാർക്ക്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇനി അർപ്പിതമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ സുവനീറിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനും സിനിമ ഗാന രചയിതാവും. ഈ സുവനീറിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ കാനേഷ് പൂനൂർ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വലിയോറ സൗഹൃദ വേദിക്ക് വേണ്ടി ഞാൻ ഹൃദയമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് വലിയോറയുടെ നാമം സാഹിത്യലോകത്തിന് പരിചയപ്പെടുത്തിയ വലിയോറ VP അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇതിൽ ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കണ്ണാട്ടിപ്പടിയിൽ നിന്നും യുവ സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്ന അബ്ബാസ് പനക്കൽ അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യണം. അതുപോലെ ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിക്കുന്നത് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വാർഡ് മെമ്പർ കൂടിയ AK മുഹമ്മദിനുമാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യണം. അതുപോലെ മറ്റു വാർഡ് മെമ്പർമാരായ കുറുക്കൻ അലവുകുട്ടിയ, T ഹംസ, പാറക്കൽ കുഞ്ഞാൻ, റിട്ടയർ AIO ആയ K മുഹമ്മദ് അലി മാസ്റ്റർ, അതുപോലെ സ്കൂൾ ഹെഡ് മാസ്റ്റർ തങ്ങൾ മാസ്റ്റർ, ഇവിടെ ഇന്ന് ഏറ്റിരുന്ന പ്രൊഫസർ AK അബ്ദുറഹ്മാൻ, മജീദ് മാസ്റ്റർ പറങ്ങോടത്ത്, MA അസീസ്, KT അലവിക്കുട്ടി, AK നസീർ, AK ഗഫൂർ, ചെള്ളി ബാവ, ഇവരെല്ലാവരെയും ഈ വേദിയിലേക്ക് വലിയൊരു സൗഹൃദ വേദിക്കും വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ചടങ്ങിന് എത്തിയ നാട്ടുകാരായ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വലിയോറ സൗഹൃദ വേദിയുടെ പ്രസിഡന്റ് നാസർ പൂക്കയിലിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.